ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ? രാമക്കൽമേടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഞങ്ങൾ ഇനി നെക്സ്റ്റ് മൂന്നാർ പോകണേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ്, സെയിം തന്നെ. അപ്പോൾ മോൾക്ക് ഒരു ജംപ് സ്യൂട്ട് ഇട്ട് കൊടുത്തിരുന്നു. മോളെ ക്യാപ്പ് ഇതുപോലെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നേ. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയിരുന്നു കേട്ടോ. ചെക്കൗട്ട് മോർണിംഗ് ഒരു 7-7:30 കേട്ടോ ഞങ്ങളോട് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 7:30 ആയപ്പോഴത്തേനൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഇത് മോള് അതിമക്കൂടെ ഇങ്ങനെ കയറി ഇത് പിന്നോട് അറിഞ്ഞിരുന്നു വീഡിയോ എടുക്കും അമ്മ അറിഞ്ഞിരുന്നേ. അപ്പം പിന്നെ നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ അപ്പം ഉണ്ടായിരുന്നു, പൂരിയും പിന്നെ സാമ്പാറും പിന്നെ വേറെ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വേഗം എല്ലാവരും ബസ് കയറി. പിന്നെ ബസ്സിൽ നിന്ന് മൈക്കൊക്കെ എടുത്ത് ഞങ്ങൾ ഓരോന്ന് ആക്ടിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷിജാദന്നെ ഓരോരുത്തരെ കുറിച്ച് ആക്ടിങ് ആയിരുന്നു കേട്ടോ. അസ്സലാമലൈക്കും. ഇന്നത്തെ ബ്ലോഗിൽ ഇപ്പൊ എന്താ വെച്ചാല് ഇതിന്റെ വീടാണ് ഈ അതിനെ കുറിച്ചുള്ള ട്രോളിങ് കേട്ടോ അപ്പം നിങ്ങൾ കേട്ടത്. അപ്പോൾ എല്ലാ സ്റ്റാഫിനെ കുറിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ ട്രോളിക്കൊണ്ടിരുന്നേ. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഫുള്ള് ഡാൻസൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ സെക്കൻഡ് ഡേ ഞങ്ങൾ പിന്നെ മൈക്കൊക്കെ എടുത്ത് എല്ലാവരും പാട്ട് പാടലും ഇപ്പോൾ ഓരോരുത്തരൊരു ആക്ടിങ്ങും മോൺ ആക്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും മോളും കുറേ വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ റീലാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ ഞാൻ ഒന്നാമത് ഫസ്റ്റ് ഡേ മലൻ്റെ മുകളിലൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ടേ ഞാൻ പിന്നെ മൂന്നാറിലെത്തിയവരെ പിന്നെ നമ്മളെ തേയിലത്തോട്ടത്തിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അവിടെ. ഒരു ഫോട്ടോക്ക് 100 രൂപ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ 3 ഫോട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ബസ്സിലൊക്കെ കയറി എല്ലാ സ്റ്റുഡൻസിന് റീല് പോലൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനാണ്. ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചത് എന്താ വെച്ചാൽ ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി തന്നെ. അപ്പോൾ അത് അവിടെ ബസ് നിർത്തിയിട്ട് തന്നെ അവിടെ ഈ നമ്മളെ ഈ യൂക്കാലിപ്സിൻ്റെ ഒക്കെ പോലെ പൈൻ ഫോറസ്റ്റ് പോലെ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്താണ് നിർത്തിയത്. അപ്പോൾ അവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടോ അവിടെ. അതിൻ്റെ ഇടയിലുണ്ട് എൻ്റെ മോള് ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇടുന്ന കണ്ടിട്ട് അവളൊന്ന് ഇട്ട് നോക്കിയതായിരിക്കും. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഇവര് രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻസ് ആട്ടോ അവിടെ, അഷ്മീല് ബിൻഷാദർ കേട്ടോ. ഇവരെടുത്ത് ഞാൻ പിന്നെ എൻ്റെ ഫോൺ കൊടുത്തിരുന്നു കേട്ടോ. മോളായിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി, അവിടെ കുറച്ച് ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് ഫോൺ കൊടുത്തപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ വീട്ടിലെത്തി നോക്കിയപ്പോൾ ഇവരെ വീഡിയോസ് കണ്ടിട്ടാണ്. ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല, അവർക്കും മനസ്സിലാവണില്ല. എന്തൊക്കെയോ എടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാട്ടോ. ഇവിടുന്ന് അടാറ് വ്യൂ കാണുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഫുൾ ആ വ്യൂ കാണിക്കാൻ പറ്റുമോ? നമ്മളെ കാണിക്കാതെ കോട മൂടി കിടക്കാണ്. ബാക്കി പറയും. കോട മൂടി കിടക്കാൻ അവിടെ കേട്ടോ ആകെ. അപ്പോൾ ഒരു സൈഡ് വെയിലും ഒരു സൈഡ് കോടയും, ഒരു സൈഡ് കേരളയും ഒരു സൈഡിൽ ബോസും തമിഴ്നാടും. കേരളയും തമിഴ്നാടിലെ ബന്ധാണ് ഇവിടെ അറിയിക്കണേ. ഇപ്പൊ നമ്മൾ നിക്കണത് ഗുണാകേവ് വ്യൂ ഉണ്ടല്ലേ അവിടെ, നല്ല വ്യൂ ഉണ്ട്. നമ്മളെ റിസ്വാൻ പറയണേ. അപ്പൊ റിസ്വാൻ പറഞ്ഞ പോണം എന്നാ അവിടെ ഫേക്ക് ആക്കാരം. റോസ് മോളൊരു ആയി തരൂ. ഇല്ല ഞങ്ങൾക്ക് ശ്രദ്ധ തീരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മൊയിലാളി എല്ലാ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൊയിലാളിനെ കളിച്ചു കൊടുത്താ. ഹായ് മൊയിലാളി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ബെല്ലക്കടല്ല മോളെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എക്കോ പോയിന്റ് പോയിട്ട് അവിടെ പർച്ചേസിനൊക്കെ ഞങ്ങൾക്ക് ടൈം അവിടെ നിന്നായിരുന്നു കേട്ടോ തന്നിരുന്നത്. പിന്നെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയതുകൊണ്ടേ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളേ. പിന്നെ എല്ലാതും നമ്മളെ നാട്ടിലെങ്ങാട്ടിയും 2 ഇരട്ടി റേറ്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ മോക്കും ഇവിടെ വീട്ടിൽ വാങ്ങിച്ചു. വേണമെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ
പിന്നെ ഏതായാലും വില പേശിയിട്ടേ ഇതിന് ഒന്നിന് 300 രൂപയെന്ന് കേട്ടോ. ഞാൻ പക്ഷേ സംസാരിച്ച് 200 കിട്ടിയിട്ടോ. രണ്ട് മക്കൾക്കും ഓരോരോ ആമൻ്റെ ഈ ടോയ് വാങ്ങി. പിന്നെ ഇത് ഉമ്മാക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ, ഈ ഊതൊക്കെ പുകപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീട്ടിൽ. പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നിട്ട് എടുത്താണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ പേര് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഉറങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ പിള്ളേരെടുത്ത വീഡിയോസ് ആയിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഇതാട്ടോ ഞങ്ങളെ മൂന്നാർ ട്രിപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നേ. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്യാം കേട്ടോ. ഞങ്ങൾ അക്കാഡമിയിലുള്ള കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി ഇട്ടാ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിൽ നമുക്ക് കാണാം കേട്ടോ എല്ലാവർക്കും കൂടി. അപ്പം എന്നാൽ ശരി.